വീണ്ടും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് വരാം. നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കരുത്, പരീക്ഷനെ പോലെ പ്രാർത്ഥിക്കരുത്, എന്നാൽ അതേസമയം രഹസ്യത്തിലുള്ള നമ്മുടെ പിതാവിനോട് ആ ഒരു ഊഷ്മളമായ ബന്ധത്തോടുകൂടെ, കൂളായിട്ടുള്ള ബന്ധത്തോടുകൂടെ അവനുമായിട്ട് സംസാരിക്കുന്ന, ഹൃദയം പകരുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പരീക്ഷനെ പോലെ സ്വയനീതിയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കരുത്, കൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ജാതികളെ പോലെ നമ്മൾ ജൽപ്പനം ചെയ്യരുത്. നമ്മുടെ അധരങ്ങൾ വാക്കുകൾ ഉരുവിടുന്നോ എന്നത് പോലും വിഷയമല്ല. അതിലും വലിയ വിഷയം നമ്മുടെ ഹൃദയം അലേർട്ടാണോ എന്നുള്ളതാണ്. നമ്മൾ പ്രാർത്ഥന സെൻസിബിൾ ആയിരിക്കണം. നമ്മൾ കരയുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ അറിയണം. ഹന്നായെ സംബന്ധിച്ചിടത്തോളം അവൾ കരയുന്ന തെറ്റൊന്നുമല്ല, പക്ഷെ കരയുന്നത് എന്തിനാണെന്നുള്ള ബോധ്യം അവർക്കുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ആവശ്യങ്ങൾ അറിയിക്കുന്നു എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ പ്രാർത്ഥിക്കരുത്. നമ്മുടെ സ്വപ്നങ്ങൾ നിർവഹിക്കാനായിട്ട് ദൈവത്തെ നിർബന്ധിക്കുന്ന ഒരു സ്റ്റേജല്ല പ്രത്യുത. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നമ്മളെ ഒരുക്കാനാണ് വാസ്തവത്തിൽ പ്രാർത്ഥന. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം നമുക്ക് നമ്മളെക്കുറിച്ചുള്ള സ്വപ്നത്തിൻ്റെ 1000 മടങ്ങ് നല്ലതാണ്. 1000 മടങ്ങെന്ന് പറയുന്നത് കുറച്ച് പറഞ്ഞതാണ്. ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. കാര്യം അതിലപ്പുറത്തൊരു ഒരു നമുക്ക് അതിനപ്പുറത്തൊന്നും ആകാൻ കഴിയത്തില്ല, അതിൻ്റെ ആവശ്യവുമില്ല. എന്നാൽ അതിനുള്ള മെച്യൂരിറ്റി മാനുഷികമായി നമുക്കില്ല. അതുകൊണ്ടാണ് പ്രാർത്ഥന ആവശ്യമാകുന്നത്. കാര്യം പ്രാർത്ഥനയിൽ എന്താ സംഭവിക്കുന്നത്? ദൈവം നമ്മളെ പണിയാണ്. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ സ്വപ്നത്തിനനുസരിച്ച് നമ്മളായിത്തീരേണ്ടതിന് ദൈവം നമ്മളെ പണിയുകയാണ്. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ മനസ്സിലാക്കുകയാണ് എന്നെക്കുറിച്ചുള്ള ദൈവോദ്ദേശം എന്താണ്. അതിനനുസരിച്ച് നമ്മളെ തന്നെ പണിയാനായിട്ട് നമ്മൾ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ജാതികളെപ്പോലെ നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് കർത്താവ് കൃത്യതയോടുകൂടെ പറയുന്നു. നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ള കർത്താവിന് തീർച്ചയായിട്ടും അറിയാം. അങ്ങനെ അറിയാമെന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ വിചാരപ്പെടുകയില്ല. വിചാരപ്പെടേണ്ട ഗുണമൊന്നുമില്ല, വിചാരപ്പെടേണ്ട കാര്യമില്ല. അവനിൽ ആശ്രയിച്ചാൽ മാത്രം മതി. വിചാരങ്ങളുടെ അല്ലെങ്കിൽ കെയർ, അതിൻ്റെ അവസാനമാണ് ശരിക്കും പ്രാർത്ഥന. കെയർ വാനിഷസ് വെൻ പ്രയർ സ്റ്റാർട്ട്സ്. കെയർ വാനിഷസ് വെൻ പ്രയർ സ്റ്റാർട്ട്സ്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വറീസ് അവസാനിക്കുകയാണ്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഹാവ് നോ ആങ്സൈറ്റി അബൌട്ട് എനിത്തിങ് ബട്ട് in everything by prayer and supplication with thanksgiving let your request be made known to God, and the peace of God which passeth all understanding will keep your hearts and your minds in Christ Jesus. നോക്കുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. അതിന് പകരം എന്താ ചെയ്യേണ്ടത്? പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക. കോൺട്രാസ്റ്റ് പറയുകയാണ്. വിചാരപ്പെടുന്നവൻ ശരിക്കും എന്ത് ചെയ്യുന്നില്ല? പ്രാർത്ഥനയിൽ സ്തോത്രം കരയറ്റുന്നില്ല. താങ്ക്സ് ഗിവിംഗ് ഇല്ല അവന്. വെൻ യു ഗിവ് താങ്ക്സ് ദാറ്റ് മീൻസ് ദർ ഇസ് നോ വറി. നമ്മുടെ കെയർസ് എല്ലാം പോകുകയാണ്. വറി ആൻഡ് ട്രസ്റ്റ്, ഇത് രണ്ടിൻ്റെ 2 തലത്തിലാണ് നിൽക്കുന്നത്. ഇഫ് യു വറി യു ഡു നോട്ട് ട്രസ്റ്റ്. ഇഫ് യു ട്രസ്റ്റ് യു ഡു നോട്ട് വറി. നമുക്ക് കെയർസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, നമുക്ക് ആകുലതകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിയായിട്ടും എന്ത് ചെയ്യുന്നില്ല? ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആകുലപ്പെടരുത്. ഡു നോട്ട് ഹാവ് ആങ്സൈറ്റി അബൌട്ട് എനിത്തിങ്. അത് ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വിചാരപ്പെടരുത്. എന്താണ്? ഇൻ എവറിത്തിങ് ബൈ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ വിത്ത് താങ്ക്സ് ഗിവിംഗ് ടു ഗാഡ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിപ്പീൻ, അല്ലെങ്കിൽ നിങ്ങൾ പിടിച്ചു വെച്ച് ഒന്നുമില്ല. നിങ്ങൾ കൂടുതൽ സമയം പ്രാർത്ഥിച്ചോ, പക്ഷെ പ്രാർത്ഥിക്കുന്നത് ആങ്ഷ്യസ് പ്രയർ ആയിരിക്കരുത്. അതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകൾ വിചാരത്തോടുകൂടിയ പ്രാർത്ഥനയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കർത്താവേ എനിക്കറിയത്തില്ല എന്തോ സംഭവിക്കുമെന്ന്, കർത്താവേ ഞാൻ ഭാരപ്പെടുന്നു, കർത്താവേ ഞാൻ വിഷമിക്കുന്നു, കർത്താവേ എന്താ കർത്താവേ ഇങ്ങനെ സംഭവിക്കും എനിക്കറിയില്ല. ഇതൊരു ക്രിസ്ത്യൻ പ്രയർ അല്ല, ഇത് ജാതികളുടെ പ്രാർത്ഥനയാണ്. ക്രിസ്തീയ പ്രാർത്ഥന അതല്ല. കർത്താവേ എല്ലാ സാഹചര്യങ്ങൾക്കും അപ്പുറത്ത് നീ പ്രവർത്തിക്കുന്നത് ഓർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഐ ഡോണ്ട് കെയർ വാട്ട് ഹാപ്പൻസ് ബിക്കോസ് ഐ നോ യു ലിവ്സ്. നീ ജീവിക്കുന്നു, അതുകൊണ്ട് എനിക്ക് യാതൊരു കാര്യത്തെക്കുറിച്ചും പ്രയാസമില്ല കർത്താവേ എന്ന് പറയുന്നതാണ് ക്രിസ്തീയ പ്രാർത്ഥന. അവിടെ താങ്ക്സ് ഗിവിംഗ് ആണ്. അവിടെ വറി അല്ല മുന്നേ നിൽക്കുന്നത്. എന്താണ്? സ്തോത്രമാണ്, നന്ദിയാണ്. ഫ്രാൻസിസ് ഷെഫറിന്റെ ഒരു പ്രധാനപ്പെട്ട വാചകം ഞാൻ ഒത്തിരി സ്റ്റേജസിൽ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ എവിടെയും പറയണമല്ലോ, അത് മറ്റൊന്നുമല്ല, ഒറ്റ വാക്കായി എന്നെ ഒത്തിരി സ്വാധീനം. ഞാൻ 84-ലാണ് ഫ്രാൻസിസ് ഷെഫറിന്റെ 82-ലാണ് ഫ്രാൻസിസ് ഷെഫറിന്റെ ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന പുസ്തകം വായിക്കുക. അതിനകത്ത് ഒറ്റ വാക്ക്,
വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. നന്ദിയുള്ളവനായിരിക്കുമ്പോൾ നിങ്ങൾ ആത്മീകനാണ്. ഫിനിഷ്. എത്ര സിമ്പിളായിട്ടുള്ള ഒരു സെന്റൻസ് അത്. വെൻ യു ആർ താങ്ക്ഫുൾ യു ആർ സ്പിരിച്വൽ. നമ്മൾ ദൈവസന്നിധിയിൽ താങ്ക്ഫുൾ ആകുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ആത്മീയ പ്രാർത്ഥനയാകുന്നത്. അവിടെ കേഴ്സ് ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേഴ്സ് വാനിഷസ് വെൻ പ്രേയർ സ്റ്റാർട്ട്സ്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ നമ്മുടെ ആകുലതകൾ ഇല്ലാതെയായി പോകുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ, ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഉദ്ദേശിക്കുന്നത് ഇവിടെയൊക്കെയാണ്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളെ അനലൈസ് ചെയ്യാണ്. എൻ്റെ പ്രാർത്ഥനകൾ കേഴ്സിൽ നിന്നുള്ളതാണെങ്കിൽ ദാറ്റ് പ്രയർ ഈസ് നോട്ട് എ ക്രിസ്ത്യൻ പ്രയർ. നിങ്ങൾ എല്ലാത്തിനും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരത്തോടു കൂടിയ പ്രാർത്ഥന ജാതീയ പ്രാർത്ഥനയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ സഭകളിലെയും നമ്മുടെ വീടുകളിലൊക്കെ പ്രാർത്ഥന ഒന്ന് ആലോചിച്ച് നോക്കിയേ. 90% പ്രാർത്ഥനകളും വിചാരത്തോടു കൂടിയ പ്രാർത്ഥനകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാകേണ്ട ഗുണം ദൈവഹിതപ്രകാരം പ്രാർത്ഥിക്കാൻ പഠിക്കുകയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. 90% പ്രാർത്ഥനകളും നമ്മൾ മാറ്റേണ്ടി വരും. മാറ്റുക എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കുകയല്ല. വറീസിന് പകരം, കെയർസിന് പകരം, വിചാരങ്ങൾക്ക് പകരം സ്തോത്രം കയറി വരുന്ന പ്രാർത്ഥനകൾ. ഹല്ലേലൂയ. കർത്താവേ, നീ അറിയുന്നു, അതോർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടെ അറിയിക്കുക. ദൈവത്തിന് അറിയിക്കുക എത്ര വേണ്ടത്. അപ്പോഴെന്ത് സംഭവിക്കുന്ന അറിയാമോ? നോക്കുക, എന്തൊരു സ്വീറ്റായിട്ട് അത് എഴുതിയിരിക്കുന്നത്. എന്തൊരു സ്വീറ്റായിട്ടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വാക്യങ്ങളൊക്കെ എന്ത് സിമ്പിളാണ്. നിങ്ങൾ കേഴ്സ് കളഞ്ഞിട്ട് സ്തോത്രം ചെയ്തു കഴിഞ്ഞാൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുവേശുവിൽ എപ്പോഴും കാക്കും. നോക്കുക, സിമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കേഴ്സ് പോയിട്ട് സമാധാനം ഉണ്ടാകും. പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ എന്തുണ്ടാകുന്നു? സമാധാനം ഉണ്ടാകുന്നു. സാഹചര്യം മാറുകയല്ല, പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് അറിയത്തില്ല എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ സകല ബുദ്ധിയെയും കവിയുന്ന പറയേണ്ട കാര്യമില്ല. ഉണ്ടോ? സകല ബുദ്ധിയെയും കവിയുന്ന എന്ന് പറഞ്ഞാൽ എന്താ? ബുദ്ധിപരമായി നോക്കിക്കഴിഞ്ഞാൽ യാതൊരു സമാധാനത്തിനും മാർഗമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ഭയങ്കര സമാധാനം. എന്തോ സംഭവിക്കുന്നതെന്ന് ഒരു പിടിയില്ല. എന്തും സംഭവിക്കാം, പക്ഷെ ഭയങ്കര സമാധാനം. ഹല്ലേലൂയ. അതാണ് വാസ്തവത്തിൽ ക്രിസ്തീയ പ്രാർത്ഥനയുടെ പ്രതി. അപ്പോഴാണ് സ്തോത്രം ചെയ്യാൻ കഴിയുന്നത്. ഞാൻ അധികം ഉള്ളിടത്തൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. ഞാനും ജെസിയും പിള്ളേരും എല്ലാം ഉണ്ടായിരുന്ന ഒരു വണ്ടി കുറച്ച് ഫെനാറ്റിക്സ് എല്ലാം കൂടി തല്ലിപ്പൊട്ടിച്ചു. അത് കത്തിക്കാൻ പ്ലാൻ ചെയ്തു. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമാണ്. ഞാൻ അതിൻ്റെ പുറകിലിരിക്കുക. ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരൻ ചോദിച്ചു, വെച്ചാൽ നമ്മൾ എന്തോ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, നമ്മളൊന്നും ചെയ്യാൻ വന്നതല്ല, അവരല്ലയോ ചെയ്യാൻ വന്നത്. നമ്മൾ പോകാനല്ലേ വന്നത്. നമ്മളെന്തിനു വന്നതാ? നമ്മളൊന്നും ചെയ്യാൻ വന്നതല്ല, നമ്മൾ പോകാൻ വന്നതാണ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ? അവിടെ വിടുകയാണെ പോകും, അല്ലെ പോകത്തില്ല, അത്രേ ഉള്ളൂ. ഞാൻ ഇച്ചിരി നേരം ഇരുന്ന് ഉറങ്ങി. അവിടെ 70 പേര് വണ്ടിക്ക് ചുറ്റും വണ്ടി കത്തിക്കാൻ നോക്കി നിൽക്കുക. ഞാൻ സുഖമായിട്ട് കിടന്നു തുടങ്ങി. അല്ലാതെ എന്തോ ചെയ്യാനാ? ഞാൻ കരഞ്ഞ പ്രയോജനമുണ്ടോ? ഞാൻ എന്ത് പ്രയോജനമാണ്? വറി ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഉറങ്ങാൻ കിട്ടുന്ന സമയമില്ല. സുഖമായിട്ട് കത്തിക്കുകയാണെങ്കിൽ ഉറക്കത്തിലൊക്കെയാണെങ്കിൽ ഒരു കുഴപ്പമില്ലല്ലോ. അവിടെ ബുദ്ധിപരമായി നമുക്ക് ഒരുപക്ഷെ അത് കാര്യം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ നാളെ എങ്ങനെയാണ് നമ്മുടെ പിള്ളേരുടെ ഫീസ് കൊടുക്കുന്നതെന്ന് ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും. ഒരുപക്ഷെ നാളെ ജപ്തി വരുമെന്നുള്ളത് അറിയത്തില്ലായിരിക്കും. ബുദ്ധിപരമായി ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനത്തിന് മാർഗമില്ല. പക്ഷേ കർത്താവിനോട് സ്തോത്രത്തോടുകൂടെ നമ്മളുടെ ആവശ്യങ്ങളെ, എല്ലാ കെയർസിനെയും വിട്ടുകളഞ്ഞ് അറിയിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ക്രിസ്തുവേശുവിൽ നിങ്ങളെ കാക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതുകൊണ്ടാണ് സകല ബുദ്ധിയെയും കവിയുന്നെന്ന് പറയുന്നത്. ആളുകൾ ചോദിക്കും, അതെങ്ങനെ സംഭവിക്കും? അതൊന്ന് പറഞ്ഞതാ. പറയാൻ അറിയത്തില്ല. ഇതെങ്ങനെ സംഭവിച്ചു? നീ ഇന്നടത്ത് പോകുമെന്ന് പറഞ്ഞു, എങ്ങനെ പോകും? നീ ഒന്ന് പറ. അറിയത്തില്ല. ആളുകൾ എന്തോ ചോദിച്ചാലും നമ്മൾ പറയുന്നത് അതൊന്നും എനിക്ക് അറിയത്തില്ല. ഇതെങ്ങനെ നടന്ന് അറിയത്തില്ല. ഇതിനി നടക്കുമോ? അറിയത്തില്ല. ആളുകൾ എന്തോ ചോദിച്ചാലും നമുക്കൊരു ഉത്തരം എന്താ? ഇത് ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അതിനപ്പുറത്ത് ദൈവത്തിന്റെ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയുന്നത് അനുഭവിച്ചറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയിൽ ആവശ്യമായിരിക്കുന്നത് വറീസ് അല്ല, താങ്ക്സ് ഗിവിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചിലപ്പോഴൊക്കെ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചാൽ നല്ലതാണ് കേട്ടോ. ഒരു ദിവസം ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിച്ചാൽ അനേക ദിവസങ്ങളിൽ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. If you pray for one day, then certainly one night if you are spending time in prayer, I am quite sure you are going to get many nights you can sleep. ഒരു പ്രശ്നമില്ല, നമുക്ക് ഉറങ്ങാൻ കഴിയണം. അത് എപ്പോഴാണ്? ഫെയ്ത്ത് ഉണ്ടാകുമ്പോഴാണ്. ഞങ്ങളുടെ ഒരു ഗ്രാൻഡ് അങ്കിളുണ്ട്, പുള്ളി മലേഷ്യയിലൊക്കെ ആയിരുന്നു. പണ്ട് അദ്ദേഹം ഈ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കഥ, പുള്ളി ഒത്തിരി തമാശക്കാരനാണ്. ഞങ്ങളുടെ വീട്ടിൽ പുള്ളിയുടെ ഒത്തിരി കഥകൾ ഇങ്ങനെ പറയും. മത്തായിച്ചായ എന്ന് പറഞ്ഞു,
അപ്പം മത്തായിച്ചായൻ ഈ ഒത്തിരി വാഴക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ആ വാഴ കൊലയൊക്കെ ആയി വരുമ്പോഴത്തേക്ക് കള്ളന്മാർ കൊണ്ടുപോകാതിരിക്കാൻ ഒരു മാടം കെട്ടി അതിനകത്ത് പോയി കാവൽ കിടക്കും. അപ്പം ഇങ്ങനെ പോയി കാവൽ കിടന്ന് ഉറങ്ങരുതെന്നാ നിയമം. കാര്യം ഉറങ്ങിക്കഴിഞ്ഞാൽ കള്ളന്മാർ വരും. വലിയ ചെറിയ ഇതല്ല, ഭയങ്കര വലിപ്പമുള്ളതായതുകൊണ്ട് ഇദ്ദേഹം ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താണെങ്കിലും അടുത്തുനിന്ന് വെട്ടിക്കൊണ്ട് പോയാൽ അറിയത്തില്ല. ഇച്ചിരി വലിപ്പമുള്ള ഒരു ഫാമാണ്. പക്ഷെ പുള്ളിക്ക് ഭയങ്കര ഉറക്കം വന്നപ്പോഴത്തേക്ക് പുള്ളി ഒരു പ്രാർത്ഥന, കർത്താവേ, സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല ഉറങ്ങുകയുമില്ല എന്ന്. നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഉറക്കളച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഏതാണെങ്കിലും നീ ഉറങ്ങുകയില്ല, എന്നാൽ ഞാൻ ഉറങ്ങാൻ പോവാണെന്ന്. ഏതാണെങ്കിലും നീ ഉറങ്ങുകയില്ല, പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഉറക്കളച്ചിരിക്കേണ്ട കാര്യമൊന്നും, അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ്. അദ്ദേഹം പറഞ്ഞത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞതാണെങ്കിൽ, ഹൃദയത്തിലായിരിക്കും പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ അത് അസാമാന്യ വിശ്വാസമാണ്. കാര്യം ദൈവം ഉറങ്ങാതെ മയങ്ങാതെ എനിക്ക് കാവലിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൽ നിന്നാണ് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നത്. ദൈവം ഉറങ്ങത്തില്ലെന്ന് ബോധ്യമുള്ളവനെ ഉറങ്ങത്തുള്ളൂ. നമുക്ക് ഉറക്കം വരാത്തതിന്റെ കാര്യം എന്നറിയാമോ? ദൈവം ഉറങ്ങിപ്പോയാലോ എന്നുള്ള പേടി കൊണ്ടാണ്. നമ്മുടെയൊക്കെ പ്രശ്നം, പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് ബോധ്യമില്ല ദൈവം നമ്മളെ കരുതും, ദൈവം നമ്മളെ നോക്കുന്നുണ്ട്, ദൈവം ഉറങ്ങത്തില്ല എന്നുള്ള ബോധ്യം നമുക്ക് പലപ്പോഴും ഇല്ലാത്തതാണ് വലിയ പ്രശ്നം ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടതായ ഒരു കാര്യം, ജാതികളെ പോലെ വിചാരപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കരുത്. നമ്മുടെ പ്രാർത്ഥനകൾ ആകുലതയുടെ പ്രാർത്ഥനകളാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ആശ്രയത്തിൻ്റെ പ്രാർത്ഥനകളായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകൾ വിചാരത്തിൻ്റെ പ്രാർത്ഥനകളാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാർത്ഥനകളാകണം. നമ്മുടെ പ്രാർത്ഥനകൾ സമാധാനത്തിൻ്റെ പ്രാർത്ഥനകളാകണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞുകൊണ്ടിരിക്കരുത്. പ്രാർത്ഥിച്ചാൽ എന്ത് വേണം? സന്തോഷം ഉണ്ടായിരിക്കണം, സമാധാനം ഉണ്ടായിരിക്കണം. അത് നമ്മൾ കൃത്യതയോടെ മനസ്സിലാക്കണം. പ്രാർത്ഥനയുടെ പഠനത്തിൽ നമ്മൾ ഒരു പുതിയ കാര്യം നമ്മൾ പഠിക്കാനുള്ള ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ പ്രാർത്ഥനയ്ക്കുണ്ടാകാവുന്ന സാധാരണപ്പെട്ട തടസ്സങ്ങളെക്കുറിച്ചാണ്. പ്രാർത്ഥനയുടെ ഒരു പുതിയ കാര്യം, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തെക്കുറിച്ച് മറ്റൊരു ആസ്പെക്റ്റിലേക്ക് നമ്മൾ കയറുകയാണ്. അത് പ്രാർത്ഥനയ്ക്കുണ്ടാകാവുന്ന തടസ്സങ്ങൾ എന്നുള്ളതാണ്. ഹിൻഡ്രൻസസ് ഓഫ് പ്രയർ. അതിനെ ഞാൻ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന രണ്ട് രീതിയിൽ. ഒന്ന് എന്താണ്, ബിബ്ലിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പ്രാർത്ഥനയ്ക്ക് തടസ്സമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും, രണ്ട് പ്രായോഗിക ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങളും. അതിനകത്ത് പ്രായോഗിക ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങളെക്കുറിച്ച് അത് ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പറയാനായിട്ട് പരിശ്രമിക്കാം. ആ കാര്യത്തിൻ്റെ പ്രത്യേകത, അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. അതായത് നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ, നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ തടസ്സങ്ങൾ മാറ്റാൻ നമ്മുടെ ഭാഗത്തു നിന്ന് നല്ല ഒരു എഫേർട്ട് ഉണ്ടാകണം. അപ്പോൾ ഈ ഹിൻഡ്രൻസസ് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഹിൻഡ്രൻസ് എന്ന് പറയുന്നത്, ഒന്നാമത്തേന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടൈം, സമയം. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സമയം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. നമ്മുടെയൊക്കെ ചിന്ത പ്രാർത്ഥിക്കാൻ വലിയ വിലയില്ലാത്തൊരു കാര്യമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് ഒരു സഹായത്തിന് വേണ്ടി വരികയാണെന്ന് വയ്ക്കുക. ഒരാൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, എൻ്റെ കുഞ്ഞ് സുഖമില്ലാതെ കിടക്കുക, എനിക്കൊരു 10,000 രൂപ തരാമോ സാറേ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ചിലപ്പോൾ പറയാനുള്ളൊരു സാധ്യതയുണ്ട്. എന്താണെന്നറിയാമോ? വളരെ 10,000 രൂപ ഞാൻ എങ്ങനെ തരുന്നത്? പിന്നെ ഞാൻ എന്ത് ചെയ്യാം? ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ 10,000 രൂപ എനിക്ക് തരാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എന്തോ ചെയ്തോളാം? പ്രാർത്ഥിച്ചോളാം. 10,000 രൂപ തരാൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കത്തില്ല, തരാൻ മനസ്സില്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രയാസമുള്ളത് 10,000 രൂപ കൊടുക്കുന്നതും പ്രയാസം കുറഞ്ഞത് പ്രാർത്ഥിക്കുന്നതുമാണെന്ന്. പക്ഷെ വാസ്തവത്തിൽ അതല്ല. 10,000 രൂപ കൊടുക്കുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല കയ്യിലുണ്ടെങ്കിൽ. പൈസ കൊടുത്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാനില്ല. എന്നാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അല്ല നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്, ടൈമാണ്. പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ നോർമലി പീപ്പിൾ ആസ്ക് അസ് ടു പ്രേ അല്ലേ? സാധാരണ ശുശ്രൂഷയിലുള്ളപ്പോൾ സമയത്ത് അല്ലെങ്കിൽ തന്നെ നമ്മളോട് ആളുകൾ പറയും പ്രാർത്ഥിക്കണേ. നമ്മൾ എല്ലാവരും എന്താ പറയും? പ്രാർത്ഥിക്കാം. എല്ലാവരോടും നമ്മൾ പറയുന്ന കാര്യം അതാണ്, പ്രാർത്ഥിക്കാം. അപ്പം നമ്മുടെ മനസ്സിലും നമ്മൾ ആലോചിക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ ഭയങ്കരമായിട്ടുള്ള വിലയുള്ള ഒരു സാധനം കൊടുക്കണം. എന്താണ്? ടൈം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഒരു 5,000 10,000 രൂപ കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് കാര്യം തീർന്നു. പക്ഷേ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു കാര്യമൊന്നുമല്ല. അതിനുവേണ്ടി വി നീഡ് ടൈം. വെറും സമയം മാത്രം പോരാ. പ്രയർ ഈസ് ആൻ ഔട്ട് ക്രൈ ഓഫ് അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ കരച്ചിലാണ് വാസ്തവത്തിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഉള്ള ഈ കരച്ചിൽ സംഭവിക്കണമെങ്കിൽ ഹൃദയം അതുമായിട്ട് ഏകീഭവിച്ചേ പറ്റൂ.